ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഷീജാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ നമ്മൾ ഓരോരോ പരിപാടികളുമായിട്ട് തുടങ്ങുവാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പ്രകൃതിപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് പോയാലോ? കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല, വീഡിയോയിലോട്ട് പോവാം. ബാ. അപ്പോൾ ഇത് കണ്ടോ, ഈ നിൽക്കുന്ന പഴം കണ്ടോ? ഇതാണ് ഇതിൻ്റെ പേര്. ഇത് റംബൂട്ടാനല്ല കേട്ടോ, റംബൂട്ടാനല്ല. ഇത് വേറൊരു, അത് കാ കണ്ട അങ്ങനെ തന്നെ തോന്നും, പക്ഷെ ഇതല്ല. ഇതെന്തോ റീച്ച് സിലോപ്പി അങ്ങനെ എങ്ങാണ്ട് പറയുന്ന ഒരു കായാണ്. എനിക്ക് ശരിക്കും പേര് അറിയത്തില്ല. ഞാൻ പേരറിയായിരുന്നു, പക്ഷെ ഞാൻ മറന്നുപോയതാണ്. അപ്പോൾ അതാണിത് കേട്ടോ. ഇത് നിറച്ച് കായാണ്, പക്ഷേ ഈ നിൽക്കുന്ന കായ പന്നലാണേ. ഇത് ഇപ്പോൾ ഉള്ള കായ ഇത് പന്നലാണ്. ഈ കായ കണ്ടോ, ഇത് പൊട്ടല്ല, ഇതിൽ കാ ഇല്ലാത്തതാണ്. ഇതിൽ പഴമുണ്ട്, പക്ഷെ അത് ചുക്കിച്ച പഴം ഉണ്ട്. ചുക്കിച്ച പഴമാണ്. അതിൻ്റെ തന്നെ വലിയ പഴം ഞാൻ കാണിക്കാവേ. ഇതാണ്ടേണ്ട, അതിൻ്റെ വലിയ നല്ല പഴം. ഇത് അതിൽ നിന്നുണ്ടായ നല്ല വലിയ പഴമാണേ. ഇത് കേടല്ല, ഇത് നല്ല കായുള്ള, ഇതിനകത്ത് സാധനമുണ്ട്. ഇത് ഇല്ലാത്തത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. വേണ്ടേ, ഇതിനകത്തൊന്നും ഇല്ല. ഇത് കുഞ്ഞു കായ, ഇതിനകത്തൊന്നുമില്ല. ഉണ്ട്. അത് ഇതും കൂടെ തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഉണ്ട്. ഇത് നല്ല വലിപ്പം, ഇത്രയും വലിപ്പം വെക്കും ഇത്. ഇതാണ് അതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള കായ്. ഇത് എൻ്റെ ചെറുതാണ്. ഇപ്പം ഈ വർഷം ഉണ്ടായതെല്ലാം ഇവിടുത്തെ അപ്പച്ചൻ പറഞ്ഞു ഇങ്ങനെ പേടാണ് എന്ന് പറഞ്ഞു. ഇതാണ് ഒറിജിനൽ അതിൻ്റെ കായ. അപ്പോൾ അതാണ് വ്യത്യാസം. ഇത് ഞാൻ നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതും പൊട്ടിച്ച് കാണിച്ചു തരാം, ഇതും പൊട്ടിച്ച് കാണിച്ചു തരാം. ഓക്കെ. ഇത് നിറച്ചുണ്ട് കേട്ടോ, പക്ഷെ പ്രയോജനം വളരെ കുറവാണ്. നിറച്ചുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പച്ചൻ പറഞ്ഞ് ഈ വർഷമാണ് ഇതിങ്ങനെ ആയിപ്പോയത്. കഴിഞ്ഞ വർഷമൊക്കെ നല്ലതായിട്ട് ഉണ്ടായിരുന്നു, നല്ല കായായിരുന്നു. ഞാൻ കാണിച്ചില്ലേ, അതുപോലത്തെ വലിയ കായായിരുന്നു എന്ന് പറഞ്ഞു. ഇതൊക്കെ വെറുതെ നിൽക്കുക കേട്ടോ. ഇത് എനിക്ക് കയ്യെത്തി പറിക്കാമെന്നുള്ള എള്ളുതണ്ടില്ലേ, എനിക്ക് കയ്യെത്തി പറിക്കാം. കണ്ടോ? ഇത് ഈ മരം ഇവിടെ ഒത്തിരി ഉണ്ട് കേട്ടോ, ഒത്തിരി മൂടുണ്ട് ഇവിടെ. എന്താ ഒരു ഭംഗിയല്ലേ പ്രകൃതിയുടെ. കാറ്റുണ്ട് ഇപ്പോൾ. ഈ നിൽക്കുന്ന മരം കണ്ടോ, ഇതും അത് തന്നെയാണ് കേട്ടാ. ആ മരം തന്നെയാണ് ഇതും. ഇത് കുറച്ചുകൂടെ വലുതാണ്, അത് അത്ര വലുതല്ല. അല്ല, അതും വലുത് തന്നെയാ. ഞാനതിൻ്റെ മൂട് നോക്കിയില്ലായിരുന്നു, മൂട് നോക്കിയപ്പോഴാണ് കണ്ടത് അത് വലുതാണെന്ന്. അപ്പം ഇതിലും കായുണ്ട്. ഇതും പൊട്ടാണ്, പൊട്ടുകായാണ് ഇത്. വേണ്ടല്ലേ, വേണ്ട പേട ഒന്നുമില്ല. ഈ മരത്തേൽ 3-4 കാൽ അവിടെ നിപ്പുണ്ട് കണ്ടോ, അവിടെ നിപ്പുണ്ട്. അത് ഞാൻ നോക്കട്ടെ, അത് പറിക്കാൻ പറ്റുമോ നോക്കട്ടെ. അപ്പം ഇത് ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി വേണം പോകാൻ. നമുക്ക് പച്ചിച്ച് കിടക്കുന്ന സ്റ്റെപ്പെല്ലാം പായൽ പിടിച്ചിട്ട് പച്ചിച്ച് കിടക്കുക, മഴയല്ലേ. അപ്പം കമ്പ് കിട്ടിയിട്ടുണ്ട്, ഞാനിവിടെ കയറി. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല.
കണ്ടോ, ഇവിടെ ആ നിൽക്കുന്നതേ, കണ്ടോ. ഇവിടെ കാ നിൽക്കുന്ന പറിക്കാൻ പറ്റുമോയെന്ന് അറിയത്തില്ല, ശ്രമിക്കാം. ഒരു കയ്യിൽ ഫോണ്, ഒരു കയ്യിൽ തോട്ടി. ഇത് ഭയങ്കര ഒരു ടാസ്ക്. അയ്യോ, വീണു. ടാങ്കിൻ്റെ മണ്ടയിലാണ് വീണ, കണ്ട. വീണു. കിടക്കുന്നു. വേണ്ടേ വേണ്ട 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 അവിടെ എടുക്കാം. പിന്നെ 2 എണ്ണം ഇവിടെ വീണു. ഇതുകൂടെ പറിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാവേ. അതും വീണു കേട്ടോ. വേണ്ട, പക്ഷെ അത് നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടാ, അഴുക്ക. ഇത് പന്നല കേട്ടോ, ഇതിനകത്തൊന്നും ഇല്ല. ദേ ചപ്പി ഇരിക്കുന്നുണ്ടോ, ഇതിനകത്തൊന്നും ഇല്ല, വെറുതെയാ. എന്തായാലും ഉണ്ട്. അപ്പോൾ ഇത്ര നമുക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ടേ. ഞാൻ നേരത്തെ കാണിച്ച വലുതാണ് ഇത്. ഇതിൽ ഈ 3 എണ്ണം മാത്രമേ കൊള്ളത്തുള്ളൂ, ബാക്കി ഇതൊന്നും, ഈ 3 എണ്ണേ കൊള്ളത്തുള്ളൂ. ഇതൊന്നും കൊള്ളത്തില്ല, പന്നൽ. ഇതെന്ത് മരമെന്നറിയാമോ? ജാതി മരമാണേ, ജാതി മരം. ജാതിക്ക ഇപ്പം ഇല്ല. പിന്നെ അത് സപ്പോട്ടയ്ക്കായാണ്. അതിനകത്ത് കുറച്ച് ചെറിയ കായകളുണ്ട്. പക്ഷേ ആ കാകളൊന്നും ഇവിടെ കിട്ടത്തില്ല. വവ്വാൽ കൊണ്ടുപോകുന്നതുകൊണ്ട്. വലിയ മൂടായിരുന്നു, പക്ഷേ വെട്ടിക്കളഞ്ഞു. ഇവിടുത്തെ അപ്പച്ചൻ പറഞ്ഞു വവ്വാലൊക്കെ കൊണ്ടുപോകുന്നതുകൊണ്ട് ഇത് കിട്ടത്തേ ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ അവർ വെറുതെ നിർത്തിയൊക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞ് കുറേയൊക്കെ മുറിച്ച് കളഞ്ഞു. അപ്പോൾ ഇതാണ് സപ്പോട്ട ചെടി, സപ്പോട്ട മരം. കുറച്ചേ കായുള്ളൂ. ഇപ്പം എനിക്ക് തോന്നുന്നു സീസൺ അല്ലെന്ന്. അപ്പോൾ വേറൊരു സംഭവം കാണിക്കാം. ഇത് കണ്ടോ, നമ്മളൊക്കെ കടയിലിരിക്കുന്നതൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ, കാണാൻ. ചിലരുടെ വീട്ടിലൊക്കെ ഇതിപ്പം പേരയ്ക്കാന്നൊക്കെ പറഞ്ഞാൽ എല്ലായിടത്തും ഒന്നും ഇല്ലല്ലോ, ചിലയിടത്തൊക്കെ അല്ലേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് ഇത് പഴുത്ത പേരയ്ക്കയാണ്, കണ്ടോ. ഇത് പഴുത്തതാ, കണ്ടോ, നല്ല സൂപ്പർ. ഇവിടെ എന്തോ കൊത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് കളയാനേ കൊള്ളത്തുള്ളൂ. വവ്വാലായിരിക്കാം കൊത്തിയത്, അതോ കിളിയാന്നോ, എന്തുവായാലും നമുക്ക് വേണ്ട. ഞാൻ കളയുവാണ്, നിങ്ങളെ സാക്ഷി നിർത്തി ഞാനത് കളഞ്ഞു. പിന്നെ ഒരെണ്ണമുണ്ട്, വേണ്ട. ഇത് പൊട്ടാന്ന് തോന്നുന്നു. അത് പഴുത്തല്ല. പക്ഷെ വിളഞ്ഞാലും പറിക്കണമായിരിക്കും. ഇനി നിർത്തിയിട്ട് പോയാലേ വവ്വാൽ കൊണ്ടുപോകും. വേണ്ട, അതേലുണ്ട് കേട്ടോ. അതേലെല്ലാം പേരയ്ക്ക പഴുത്തത് നിപ്പുണ്ട്. പക്ഷെ ഞാനിവിടെ കയറണം. ഞാൻ എങ്ങനെ കയറുമെന്നാണ് എനിക്കറിയാൻ മേലായ.
ആ പേരയ്ക്ക വിളഞ്ഞത് 2-4 നിപ്പുണ്ട്. അത് ഞാൻ കയറി പറിക്കാൻ പോവുകയാണേ. അപ്പം ഞാൻ എങ്ങനെയെങ്കിലും വലിഞ്ഞു പിടിച്ച് കയറുന്നുണ്ട് ഗൈസ്. കയറിപ്പറ്റി. ഞാൻ കയറിയ കുഴി നിങ്ങൾക്ക് കാണിച്ചു തരാവേ. വേണ്ട, ആ കുഴിയിൽ നിന്നാണ് ഞാൻ ദേ ഇവിടെ ചവിട്ടി. ഈ കല്ല് കണ്ടോ? ആ കല്ലേ ചവിട്ടിയിട്ട് ഞാനിങ്ങനെ കയറി. ഇവിടുന്ന് താഴെ പോയാൽ എൻ്റെ കാല് കണ്ടോ? അപ്പം ഇതൊക്കെ നല്ല വിളഞ്ഞ പേരയ്ക്കയാണ് കേട്ടോ. കണ്ടല്ലേ, നല്ല വിളഞ്ഞതാ. വെയിലടിക്കുന്നോണ്ടേ ദേ കണ്ടില്ലേ, നല്ല വിളഞ്ഞ പേരയ്ക്ക. ദാണ്ട നിൽക്കുന്നു ഒരെണ്ണം വിളഞ്ഞത്. ദേ ദേ ഇതിൽ 2 ഉണ്ടേ, പക്ഷേ ഒരെണ്ണേ വിളഞ്ഞിട്ടുള്ളൂ. ഇത് നമുക്കപ്പോൾ പറിക്കാം. ഉണ്ട്, പിന്നെ ഒരെണ്ണം വേണ്ടേ, അതും വിളഞ്ഞതാ. വെയിലടിക്കുന്നതുകൊണ്ട് എന്തോ പോലെ തോന്നുന്നു. പിന്നെ വേണ്ട, അയ്യോ ദേ കണ്ടോ, വേണ്ട 3-4 ഉണ്ട് വിളഞ്ഞത്. ദൈവമേ, ഞാനിനി എങ്ങനെ ഇവിടുന്ന് ഇറങ്ങിപ്പറ്റൂ? ഇത് കണ്ടോ, വേണ്ടേ, അത് ഒത്തിരി വിളഞ്ഞതല്ല. ദേ വിളഞ്ഞ് നിൽക്കുന്നു. വേണ്ടേ വേണ്ട, ഇതും വിളഞ്ഞതാണ്. ഇതും ഞാൻ പറിക്കുക. വേണ്ടേ, ഇതും പറിച്ചു. 3 പറിച്ചു. അതും വിളഞ്ഞതാട്ടോ. അയ്യോ ഓ, ഇതും വിളഞ്ഞതാ. ഒരുമാതിരി വിളഞ്ഞതാ. അത് നിൽക്കട്ടെ, അത് 2 ദിവസം കഴിഞ്ഞ് പറിക്കാം. അപ്പം ഞാൻ ഇവിടുന്ന് എങ്ങനെ ഇറങ്ങുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. ഞാൻ ഇനി മേളിലോട്ട് തന്നെ പോവുകയാണ്. മേളിൽ കൂടെ ചെന്ന് കയറാം. എൻ്റെ അമ്മ ചെരുപ്പ് തെന്നിപ്പോയെങ്കിൽ എൻ്റെ ദൈവമേ. ലൈവായിട്ട് തെന്നി വീഴുന്നത് കാണാം. കണ്ടോ, അവിടെ നിന്നാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത്. കണ്ടേ, അവിടെ ഒരു കുഴിയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പേരയുടെ മൂട്. പേരയുടെ മൂട് അതാണ്. ഇത്രയേ ഉള്ളൂ സംഭവം. ഈ ഒരു ശിഖരം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം വെട്ടിക്കളഞ്ഞിട്ട് കിളിച്ച് കയറുന്നേ ഉള്ളൂ. ഈ ഒരെണ്ണത്തിലാണ് ഇത്രയും പേരൊക്കെ ഉള്ളത്. അപ്പം ഞാൻ കയറുവാണേ. ഇങ്ങനെ കയറി ഇതേൽ ചവിട്ടി കണ്ട. ഇനി ഞാനിവിടെ ഇതേ കൂടെ അപ്പം കയറി. വേണ്ട, അവിടെ നിന്നാണ് ഞാൻ കയറി ഇതിലെ മുറ്റത്ത് വന്നു. കണ്ടല്ലേ, ഇതാണ് കൂട്ടുകാരെ ഞാൻ പറിച്ച പേരയ്ക്ക. ഇത് നല്ല വിളഞ്ഞതാണ് കേട്ടോ. ചിലപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ വിളയാത്ത പോലെ തോന്നും. നല്ല വിളഞ്ഞതാണ് കേട്ടോ. റോസാച്ചെടി. അപ്പം നിങ്ങൾക്ക് ഞാൻ വേറൊരു പേരമരം കാണിക്കാവേ. അതിൽ പേരയ്ക്ക ഉണ്ട്, പക്ഷെ അതെല്ലാം പൊട്ടാണ്. പക്ഷെ ഇത് വലിയ പേരയ്ക്കാവുന്ന പേരയാണ്. എന്ത് പേരയ്ക്കാണെന്നൊന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. വേണ്ട, ഇത് കണ്ടോ, ഇതേ കണ്ടോ ഈ പേര. ഇതേ വലിയ മുട്ടൻ പേരയ്ക്കയാണ്. അത് ഒരു ചക്കയുടെ അത്ര ഉണ്ട്, ഒരു കുഞ്ഞു ചക്കയുടെ അത്ര ഉണ്ട്. അതാണ് ഈ പേര. നിറച്ച് പേരൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ പൊട്ടാണ് നിൽക്കുന്നത്. എല്ലാം പൊട്ടാണ്. അപ്പം നിങ്ങൾക്ക് ഞാൻ വേറൊരു കരിയാപ്പില മരം കാണിച്ചു തരാവേ. കണ്ടോ,
എനിക്ക് കരിയാപ്പിലയെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഭ്രാന്താണ്. എൻ്റെ കറികളിലെല്ലാം കരിയാപ്പില ഞാൻ വാരി ഇടുന്ന ഒരാളാണ്. കണ്ടില്ലേ എന്തൊരു ഭംഗി കാണുമ്പോൾ എനിക്കങ്ങ് എന്താ വിരുവിരുക്കും അങ്ങ്. കരിയാപ്പില കാണുമ്പോൾ എനിക്ക് വെപ്രാളമാ. എന്ത് രസമാണ് നിൽക്കുന്ന കാണാൻ. പിന്നെ മൂടെല്ലാം നിറച്ചുണ്ട് കണ്ടോ. ഇതെല്ലാം കരിയാപ്പിലയാ. അപ്പം നിങ്ങൾക്ക് റംബൂത്താൻ കാണണ്ടായോ? ഇവിടെ അതും ഉണ്ട് കേട്ടോ റംബൂത്താൻ. അത് ഇച്ചിരി മേളിലാണെന്നേ ഉള്ളൂ. റംബൂത്താൻ മേളിലാണ്, ദേ കണ്ട. അത് ഇതുവരെ എനിക്കറിയത്തില്ല, ഞാൻ പറിച്ചിട്ട് ഒന്നുമില്ല. എനിക്കിഷ്ടമല്ല അത്, ഈ സാധനം റംബൂത്താനെ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് ഞാനത് നോക്കാൻ പോയിട്ടില്ല. അതേണ്ട കണ്ടോ, പഴുക്കുന്നേ ഉള്ളൂ. പഴുക്കുന്നതൊക്കെ വവ്വാലും പിന്നെ അണ്ണാനുമാണ് തിന്നുന്നത് മൊത്തം, മനുഷ്യനല്ല. അതുകൊണ്ട് നമുക്ക് തിന്നാമെന്നൊന്നും വിചാരിക്കണ്ട ആരും. അവർ തിന്നട്ടെ, അവർക്കും വല്ലതൊക്കെ വേണ്ടേ. അപ്പോൾ അതാണ് റംബൂത്താൻ. ഇത് പുളിയാണോ മധുരമാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ജാതിമരമാണ് ആ നിൽക്കുന്നത്. മാങ്കുസ്തി ഇല്ല ഇപ്പോൾ. ഉള്ളത് ഞാൻ കാണിക്കായി.
ഇതെല്ലാം പണ്ടത്തെ മോഡൽ ചെടികളാണ് കേട്ടോ, ഇപ്പോഴത്തെ മോഡലൊന്നുമല്ല. ഇതൊക്കെ പണ്ടുള്ള ആൾക്കാരുടെ പണ്ടുള്ള വീടുകളിലൊക്കെ ഉള്ള ചെടികളാണ് ഇതൊക്കെ. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോഴത്തെ ചെടിയൊന്നും ഇതിൻ്റെ ഇഴയിലൊക്കത്ത് വരത്തില്ല. നല്ല രസമാണിത്. ഇങ്ങനത്തെയൊക്കെ ചെടികളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ പല കളറിലെ ഇലകൾ ഉണ്ടല്ലേ. എന്ത് രസമാണ് ഈ ചെടിയൊക്കെ കാണാൻ ഉണ്ടല്ലേ. എന്ത് രസമാണ് അതൊക്കെ കാണാൻ. പണ്ട് ഞാൻ ഒരു അമ്മച്ചിയുടെ കൂടെ പള്ളിയിൽ പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ പള്ളിയിൽ ഈ ഓശാനയൊക്കെ ഉണ്ടല്ലോ. ഓശാനയ്ക്ക് ആ അമ്മച്ചിയാണെങ്കിൽ അമ്മച്ചി പൂവൊന്നും പറിക്കാൻ അങ്ങോട്ടും പോവില്ല. അപ്പോൾ ആ വീട്ടിൽ നിറച്ച് ഇതുപോലത്തെ ചെടികളാണ് നിറച്ച് നിൽക്കുന്നത്. അപ്പോൾ അമ്മച്ചി തലേ ദിവസം ഇതേലെ നല്ല കളറുള്ള ഇലകൾ എല്ലാം പറിച്ചിട്ട് നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് നമ്മൾ തോരനൊക്കെ അരിയത്തില്ലേ, അതുപോലെ അരിഞ്ഞിട്ട് അമ്മച്ചി രാവിലെ പള്ളിയിൽ പോകുമ്പം പൂവിന് പകരം അമ്മച്ചി ഇതാണ് അരിയിടുന്നത്. ഓശാനയ്ക്ക് പൂവിടുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അങ്ങനെ അമ്മച്ചിയൊക്കെ ഇതാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഈ ചെടികൾ ഇതാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇത് വലിയ മുട്ടനൊരു തേക്കാണേ. എന്താ വലിയ ഒരു മുട്ടനൊരു തേക്കാണ്, തേക്ക് മരം. അപ്പം ഞാൻ ഇത് പൊട്ടിച്ച് കാണിച്ചു തരാവേ. ഇത് പൊട്ടിക്കുന്ന ഇച്ചിരി പാടുള്ള കാര്യമാണ്. വേണ്ടേ, ഇതാണ് ഇതിൻ്റെ അകത്തുള്ള കായ. കണ്ടോ, റംബൂട്ടാൻ പോലെ തന്നെയാണ് കേട്ടോ. പക്ഷേ രുചിയൊക്കെ വേറെ. അതിൻ്റെ ചെറിയൊരു രുചി ഉണ്ട്, പക്ഷെ അത് വേറെയാണ്, വേറെ രുചിയാണ്. ചെറിയ എന്തോ ഒരു രുചിയുണ്ട് ഇതിന്. ഇതാണ് ആ വലിയ കാ പൊട്ടിച്ചതിൽ കിട്ടിയതാണേ. ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഈ കുഞ്ഞൻ കാ പൊട്ടിച്ച് കാണിച്ചു തരാം. ഈ കാ പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ടോ, ഇതിനകത്തൊന്നുമില്ല. ദേ കാണുന്നില്ലേ, ഇതിനകത്തൊന്നുമില്ല. ദേ ഈ ഊപ്പറിയേ ഉള്ളൂ. കണ്ടേ, ഇതാണ് ഇതിനകത്തിരുന്ന ഈ കായാണ് ഇതിനകത്ത് വലുതായി വരുന്നത്. അതാണ് ഇത് പേട. ഇതിനകത്തൊന്നുമില്ല. അപ്പം ഇത് കണ്ടില്ലേ, ഇത് സൂപ്പർ കായാണ്. ദേ ഈ 2 ഉണ്ട്. പിന്നെ വേറൊരു മരം കൂടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാമേ. ഈ കണ്ടോ, ഇത് കണ്ടോ. ഞാൻ ഫോണ് കയ്യിലാണ് പിടിച്ചേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് എനിക്ക് വീഡിയോ ശരിക്ക് ഇങ്ങനെ പറ്റുന്നില്ല കാണിക്കാൻ. ഇതെന്തോന്ന് എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. മാങ്കുസ്തി
അപ്പം അത് ഇഷ്ടം പോലെ കാ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ പറക്കി ഇന്നലെയെല്ലാം ഞാൻ കുറേ കഴിച്ചു. അപ്പോൾ കുറച്ച് കാകളൊക്കെ ഇനിയുള്ളൂ. അതിൻ്റെ പച്ച നിൽക്കുന്നുണ്ട്. വേണ്ട കയ്യെത്തി പറിക്കാം നമുക്ക്, അത്രയ്ക്ക് അടുത്താണ് നിൽക്കുന്നത്. ഉണ്ടല്ലേ കുറേ പിന്നെ പറിച്ചു, മെനങ്ങാന്ന് കുറേ പറിച്ചു. അപ്പം എൻ്റെ കയ്യിൽ വീഡിയോ ഫോണ് ഞാൻ പറഞ്ഞല്ലോ കേടായിരുന്നു ഒന്ന്. ഫോൺ കേടല്ല, വീഡിയോസൊന്നും എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഇത് പഴുത്തതാണ്. ഇതൊക്കെ പഴുത്ത ഞാൻ ഒരു പ്ലാസ്റ്റിക് കവർ നിറച്ച് പറക്കി കേട്ടോ. അപ്പോൾ അത് ഞാനും ഇവിടുത്തെ അമ്മച്ചിയും കൂടെ കുറേ തിന്നു. അപ്പച്ചൻ കഴിക്കത്തില്ല, അപ്പച്ചന് ഷുഗർ ഉള്ളതുകൊണ്ട് അപ്പച്ചൻ കഴിക്കത്തില്ല. പിന്നെ മോനൊക്കെ വന്നപ്പോൾ കുറേ പറിച്ചുകൊണ്ട് പോയി അവർ. വേണ്ട കാണിക്കുന്നുണ്ടോ, നല്ല എന്തോ ഒരു രുചിയാണ്. കഴിച്ചവർക്ക് അറിയാമല്ലോ. രുചിയുടെ തന്നെയല്ല, ഭയങ്കര വിലയാണ് ഈ പഴം. ഇപ്പോൾ ഉണ്ട്, എല്ലായിടത്തും കടകളിലൊക്കെ ഉണ്ട്, പക്ഷേ ഭയങ്കര വിലയാണ്. നമുക്ക് സാധാരണപ്പെട്ട പാവങ്ങൾക്കൊന്നും മേടിക്കാൻ പറ്റിയതല്ല ഇത്, ഭയങ്കര വിലയുള്ളതാണ്. ഇന്ന് എല്ലാം ഞാൻ പറക്കിക്കൊണ്ട് പോയോണ്ടിരുന്ന അധികമൊന്നും ഇല്ല ഇവിടെ. മിനിഞ്ഞാന്ന് വന്ന് കണ്ടപ്പോൾ കൊതി വന്നു. എല്ലാം ഇഷ്ടം പോലെ നിറച്ച് വീണ് കിടക്കുകയായിരുന്നു. അത് താഴെ ഉണ്ട്, കണ്ടില്ലേ. അവിടെ ഒരെണ്ണം കിടക്കുന്നത് ചള്ളയാണ്. അവിടെ എല്ലാം വവ്വാലൊക്കെ കൊത്തിയിടും കേട്ടോ. വവ്വാല് കൊത്താത്ത നോക്കിയാണ് നമ്മളിത് എടുക്കുന്നത്. ഒക്കെ വവ്വാല് ചപ്പിയിട്ടേക്കുക. എല്ലാം വവ്വാല് തിന്നിട്ടേക്കുന്നു. ഇവിടെ ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. അവിടെ 2-3 കാ കിടപ്പുണ്ട്, പക്ഷെ ഇറങ്ങാൻ നമുക്ക് പാടായതുകൊണ്ട് അതുവഴി വരണം ഇറങ്ങണമെങ്കിൽ. അവിടെ വേലി അടച്ചേക്കും. അപ്പം അതാണ് മാങ്കുസ്തി. മണ്ടയിൽ നല്ല പഴുത്തത് നിൽപ്പുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ടാറ്റാ. ഇത് കണ്ടോ, ഇത് ഞാൻ ഇന്നലെ മെനയാന്നൊക്കെ പറക്കിയതാണ്. അപ്പോൾ അതിന് ചെറിയൊരു കളർ വ്യത്യാസമുണ്ട്. അത് കളർ വ്യത്യാസം വേറെ അഴുക്കായതിൻ്റെ ഒന്നും അല്ല. അത് ഈ എന്താണ് അവിടെ വീഴുമ്പം അതിനൊരു ക്ഷത വെക്കും, അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതാണ്, അല്ലാതെ അഴുക്കായതൊന്നുമല്ലേ. അപ്പം ഞാൻ ഈ ഒരെണ്ണം പൊട്ടിച്ച് കാണിച്ചു തരാവേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഷെയർ ചെയ്യണേ. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് എല്ലാവർക്കും ടാറ്റാ.